പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറു ഗൗതമിനെ കാണാഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പാറുവിൻ്റെ അടുത്തേക്ക് ഗൗതം വന്നതായിട്ട് തോന്നുന്നത്. അങ്ങനെ പാറു പറയണേ, നീ എവിടെയായിരുന്നു മോനെ? നീ എന്തിനാണ് ഈ അമ്മയെ വിട്ടു പോയത്? എവിടെയായിരുന്നു ഇത്രയും നേരം? നിന്നെ കാണാഞ്ഞിട്ട് ഈ അമ്മ എന്തുമാത്രം വിഷമിച്ചെന്നോ? നീ വാ, നീ എന്തെങ്കിലും കഴിച്ചോ? നിനക്ക് ഞാൻ ഭക്ഷണം എടുത്ത് തരാമെന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം പറയണേ, എനിക്ക് വേണ്ട. എന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? എനിക്ക് വേണ്ട. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എൻ്റെ അമ്മയും അച്ഛനും ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്കറിയുമോ എൻ്റെ സ്വന്തം അമ്മയും അച്ഛനും ആരാണെന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പാറു അങ്ങ് പതറിപ്പോവുകയാണ്. അപ്പോൾ പാറു പറയാണ്, എനിക്കറിയില്ല മോനെ. നീ എന്തിനാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത്? നീ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നിനക്ക് വിശക്കുന്നുണ്ടാവും. നീ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. നീ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാൻ നിൽക്കട്ടോ. എന്നാൽ ഞാനിപ്പോൾ ഒന്ന് തിരി തെളിയിക്കട്ടെ. നീ ഇവിടെ നിൽക്ക്. ഞാൻ പെട്ടെന്ന് തിരി തെളിയിച്ച് ഞാൻ തന്നെ നിനക്ക് ഭക്ഷണം വാരിത്തരാം എന്ന് പറഞ്ഞ് പാറു വിളക്ക് കൊളുത്തുകയാണ് കേട്ടോ. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതമിനെ കാണുന്നില്ല. അപ്പോൾ ഗൗതം, മോനെ ഗൗതം, നീ എവിടെ പോയി എന്ന് പറഞ്ഞോണ്ട് പാറു ഉറക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഗൗതമിനെ വിളിക്കാട്ടോ. അപ്പോൾ ഈ സമയം നിധിയാണെങ്കിൽ റൂമിൽ പോയി ഗൗതമിൻ്റെ ഫോട്ടോ എടുത്ത് പൊട്ടിക്കരയുകയാണ്. ഗൗതം എന്നെ തനിച്ചാക്കി എവിടെ പോയി എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പാറുവിൻ്റെ ഗൗതം എന്നുള്ള വിളി കേൾക്കുന്നത്. അപ്പോൾ നിധി സ്വയം പറയുകയാണ്, ഗൗതം വന്നോ, എൻ്റെ ഗൗതം വന്നോ എന്നും പറഞ്ഞ് നിധി റൂമിൽ നിന്നും ഓടി ചെല്ലാണ് കേട്ടോ ഹാളിലേക്ക്. അപ്പോൾ പാറു, ഗൗതം നീ എവിടെ എന്ന് ചോദിച്ച് പാറുവും ഹാളിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ശിവാനിയും വസുന്ധരയും പ്രണവും ഗോപിനാഥും ഒക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പാറു എന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ ഗൗതം എവിടെ? ഗൗതമല്ലേ ഇപ്പോൾ വന്നത് എന്ന് പറയാട്ടോ. എന്താ പാറു നീ പറയുന്നത്? അതെ, ഗൗതം വന്നു. ഗൗതം ഇപ്പോൾ എന്നോട് സംസാരിച്ചു. എന്നിട്ട് ഗൗതം എവിടെ? ഗൗതം എന്തിനാ പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് പോയത്? ഗൗതം എവിടെ എന്ന് ചോദിച്ച് പാറു വെപ്രാളം പെടുമ്പോൾ ഗോപിനാഥ് അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് പാറുവിനോട് പറയാണ്, എന്താ പാറു നിനക്ക് പറ്റിയത്? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഞാൻ കണ്ടതാണ്. ഗൗതം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഞാൻ ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ നിധിയും നിർമ്മലയും കൂടി പുറത്തേക്ക് ഇറങ്ങാണ്. ഗൗതം വന്നു എന്നോ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി പുറത്തിറങ്ങിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് അവിടെയൊന്നും ഗൗതം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിധിയും നിർമ്മലയും നേരെ അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ശിവാനിയാണെങ്കിലോ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർക്ക് അരപ്പിരി ആയോ എന്നൊക്കെ മനസ്സിലിങ്ങനെ പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ പാറുവിനെ നോക്കിയിട്ട് ശിവാനി ചിന്തിക്കുന്നത്. പറയണ, പാറു എന്നെ ഒന്ന് വിശ്വസിക്കേ, ഞാൻ കണ്ടതാണ്. ഗൗതം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വസുന്ധര പറയണേ, ഏട്ടത്തിയെ ഏട്ടൻ ഉള്ളിലേക്ക് കൊണ്ടുപോകും, ഏട്ടത്തി ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ ഗോപിനാഥ് പാറുവിനെയും കൂട്ടി അകത്തേക്ക് പോവാണ്. അപ്പോഴൊക്കെ പാറു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ല ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക, എൻ്റെ അടുത്തേക്ക് ഗൗതം വന്നു, എന്നോട് സംസാരിച്ചു എന്നൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് നിധിക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം വരികയാണ് കേട്ടോ. എന്നിട്ട് നിധി പാറുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴൊക്കെ പാറു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോപിനാഥ് പാറുവിനെയും കൂട്ടി റൂമിലേക്ക് പോവാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിർമ്മല എല്ലാവർക്കും കുടിക്കാനുള്ള ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടെടുക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് നിർമ്മല മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്, ഗൗതം നീ എവിടെയാണെങ്കിലും ഞാനാണ് നിൻ്റെ അമ്മ എന്ന് അറിഞ്ഞാൽ നീ എൻ്റെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ എനിക്കിപ്പോൾ അത് ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ കഴിയില്ലല്ലോ. നിനക്ക് ആരുമില്ല എന്നൊന്നും മോനെ നീ ചിന്തിക്കല്ലേ, നിനക്ക് നിൻ്റെ അമ്മയുണ്ട് എന്നൊക്കെ നിർമ്മല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് നിർമ്മല ചായയുമായിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള ചായയുമായിട്ട് വരികയാണ്. ഈ സമയം പൂജാമുറിയിൽ കയറി പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗൗതമിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഓരോന്ന് എണ്ണിപ്പെറുക്കിക്കൊണ്ട് കരയാണ്. എന്തിനാണ് ഗൗതം നീ എന്നെ തനിച്ചാക്കി പോയത്? ഗൗതം നീ എവിടെയാണെങ്കിലും ഈ അമ്മയുടെ അടുത്തേക്ക് ഓടിവായോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പോൾ നിർമ്മല ചായയുമായിട്ട് കൊണ്ടു കൊടുക്കുന്ന സമയത്തൊക്കെ പാറുവിന് അതുപോലും ബോധമില്ലാതെ പൊട്ടിക്കരയാണ്. അപ്പോൾ നിർബന്ധിക്കാതെ നിർമ്മല തിരിച്ച് ആ ചായയുമായിട്ട് പോവാണ്. ആ സമയത്താണ് അവിടെ ഗോപിനാഥും വസുന്ധരയും ഈ ഹാളിലുള്ളത് കാണുന്നത്. അപ്പോൾ ഗോപിനാഥിന് ചായ കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട, എൻ്റെ ഗൗതം എവിടെയാണെന്ന് അറിയില്ല, എനിക്കൊന്നും വേണ്ട എന്ന് ഗോപിനാഥ് പറയട്ടോ. അപ്പോൾ വസുന്ധരയ്ക്ക് കൊടുക്കുന്ന സമയത്ത് വസുന്ധര ദഹിക്കുന്നത് പോലെ നിർമ്മലയെ ഒന്നങ്ങ് നോക്കുകയാണ്. എന്നിട്ട് സാഹചര്യം മനസ്സിലാക്കാതെ അവളുടെ ഒരു ചായ എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മലയെ വസുന്ധര നോക്കുന്നത് കേട്ടോ. എന്നിട്ട് നിർമ്മല നിധിക്ക് ചായ കൊടുക്കുന്ന സമയത്ത് നിധി പറയാണ്, എനിക്ക് വേണ്ട ആൻറ്റി എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയല്ലേ മോളെ, നീ ഇന്നലെ മുതൽ ഒരു ആഹാരം പോലും ഒരു പച്ചവെള്ളം പോലും നീ കഴിച്ചില്ലല്ലോ, ഈ ചായ ഒന്ന് കുടിക്ക്, എന്നാലല്ലേ ഗൗതമിനെ നമുക്ക് തേടി കണ്ടുപിടിക്കാൻ കഴിയൂ, നീ ഇതൊന്ന് കുടിക്കും മോളെ എന്ന് പറഞ്ഞ് നിർമ്മല നിധിയെ നിർബന്ധിച്ച് ചായ കുടിപ്പിക്കാൻ ഒരുങ്ങാൻ കേട്ടോ. അങ്ങനെ നിധി മനസ്സില്ലാ മനസ്സോടെ ചായ എടുക്കുന്ന സമയത്ത് വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വസുന്ധര അതിലിരിക്കുന്ന ചായയും നിധിയുടെ കയ്യിലെ ചായയും ഒക്കെ അങ്ങ് തട്ടി തെറിപ്പിക്കുകയാണ്. എന്നിട്ട് വസുന്ധര പറയണേ, എൻ്റെ മോനെ കാണാഞ്ഞിട്ട് ഇത്രയും നേരമായി, ഇതുവരെയും കാണാത്തതിൻ്റെ വിഷമം കൊണ്ട് ഞങ്ങൾക്കൊന്നും പച്ചവെള്ളം പോലും ചങ്കിലൂടെ ഇറങ്ങുന്നില്ല, എന്നിട്ട് അവളെ കൊണ്ട് ഇപ്പോൾ ഒരു ചായ കുടിപ്പിക്കുന്നു. എങ്ങനെയാടി നിനക്ക് എൻ്റെ മോനെ ഒരു ദിവസമായി കാണാതായിട്ട് പോലും
പോലും നിനക്കിപ്പോൾ ചായ കുടിക്കാനാണോ ഒന്നത്? നിനക്ക് ഒരു മനസാക്ഷി ഉണ്ടോടി? നിർമ്മലയുടെ നേരെ ചൂടായും കൊണ്ട് വസുന്ധര പറയണേ, നിന്റെ ഒരു ചായ എടുത്തോണ്ട് പോടി ഇതെല്ലാം എന്നങ്ങ് വസുന്ധര പറയട്ടോ. അപ്പോൾ നിധി പറയണേ, നിങ്ങൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇവരോട് ചൂടാകുന്നത്? ഞാൻ ആവശ്യമില്ലാതെ ചൂടാകുന്നതാണോടി? എൻ്റെ ഗൗതമിനെ, ഈ വീട്ടിലെല്ലാമായ എൻ്റെ ഗൗതമിനെ കാണാതായിട്ട് ഒരു ദിവസമായി. എന്നിട്ടിപ്പോൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ച് സന്തോഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഈയിൽ നിൽക്കുന്നത് പോലെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഗൗതമിന് എന്ത് സംഭവിച്ചു, എവിടെയാണ് ഇപ്പോൾ അവൻ എന്നൊന്നും അറിയാതെ. എന്നിട്ടിപ്പോൾ നിനക്കൊരു ടെൻഷനുമില്ലാതെ നീ ചായ കുടിക്കാൻ നോക്കുന്നു. നിനക്കൊരു കുഴപ്പവുമില്ലല്ലോ എൻ്റെ മോനെ കാണാതായാലും. നീ ഇപ്പോൾ നല്ല സമ്പത്തുള്ള വീട്ടിലല്ലേ നിൽക്കുന്നത്. എൻ്റെ ഗൗതമിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം നിന്നെ ഞാൻ വെറുതെ വിട്ടത്. ഈ വീട്ടിലേക്ക് കയറി വരാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത നിന്നെ ഞാൻ സഹിച്ചത് എൻ്റെ ഗൗതമിൻ്റെ ഭാര്യയാണല്ലോ എന്ന് കരുതിയിട്ടാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ 2-3 ദിവസം ഗൗതമിനെ കാണാതായിട്ട് അവനെ കാണാനില്ല എന്നുള്ള വിഷമത്തിൽ 2-3 ദിവസം അങ്ങ് അഭിനയിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടന്നാൽ മതല്ലോ. അത് കഴിഞ്ഞ് 3-ാം ദിവസം നീ നല്ല ജോളിയായിട്ട് നിനക്ക് ഈ വീട്ടിൽ തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കാലോ. എൻ്റെ മോനില്ലാത്ത ഈ വീട്ടിൽ ഇനി നീ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിക്കൊള്ളണം. പോവാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് നിധിയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വസുന്ധര ഓരോ വാക്കുകളും പറയട്ടോ. അപ്പോൾ നിധി കരഞ്ഞുകൊണ്ട് അങ്ങ് പറയണേ, എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ ആൻറ്റിക്ക് എന്ത് അധികാരവും അവകാശവുമാണുള്ളത്? എൻ്റെ ഭർത്താവ് എൻ്റെ ഗൗതം ഈ വീട്ടിൽ നിന്നും എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലാണ് ഞാൻ ഈ വീട് വിട്ടു പോകും. നിന്നോടത് പറയാൻ എൻ്റെ മോനിപ്പോൾ ഈ വീട്ടിലില്ലല്ലോ. നീ കാരണമാണ് എൻ്റെ മോൻ ഈ വീട് വിട്ടു പോവാൻ തന്നെ കാരണം. ഇപ്പം തന്നെ നീ ഈ വീട് വിട്ടു പോവണം എന്ന് പറയുമ്പോൾ ഗോപിനാഥ് പറയണേ, എന്താ വസു എന്ന് പറയുമ്പോൾ ഏട്ടൻ ഇതിൽ ഒന്നും മിണ്ടണ്ട. ഏട്ടനും ഏട്ടത്തെയും കൂടി തീരുമാനിച്ചത് കൊണ്ടല്ലേ ഇവളെ പോലെയുള്ളവരൊക്കെ വീട്ടിലേക്ക് കയറി വന്നത്. നമ്മുടെ മോൻ ഈ വീട്ടിൽ നിന്നും പോയി, പിന്നെ എന്തിനാണ് ഇനി ഇവൾ ഈ വീട്ടിൽ നിൽക്കുന്നത്? ഇപ്പം തന്നെ നിന്റെ പെട്ടിയും പ്രമാണവും എടുത്ത് ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം എന്ന് പറയുമ്പോൾ നിധി ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പറയട്ടോ, എന്തിന് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം? എൻ്റെ ഭർത്താവിനെ കാണാതായി എന്നേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് ഇവിടേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. എൻ്റെ ഭർത്താവ് പറയാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും പോവില്ല. എന്നോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. ഇത് എൻ്റെ ഗൗതമിൻ്റെ വീടാണ്. വീട്ടിൽ നിന്നും എന്നോട് ഇറങ്ങിപ്പോവാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന് പറയുമ്പോൾ വസുന്ധര പറയണ, ഞാൻ ഗൗതമിൻ്റെ അമ്മയാണ്. ഗൗതം നിങ്ങളെ ഒരു അമ്മയായിട്ട് കാണുന്നില്ലല്ലോ. എപ്പോൾ നിങ്ങൾ ഗൗതമിനെതിരെ ഓരോ പ്രവൃത്തി ചെയ്യുന്നു അന്നു മുതൽ നിങ്ങളെ ഇപ്പോൾ ഗൗതം അമ്മ എന്നുള്ള വിളി പോലും വിളിക്കുന്നില്ല. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ ഗൗതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വീട്ടിലുള്ളവർ എല്ലാവർക്കും ഗൗതമിനെ കാണാതായതിൻ്റെ വിഷമത്തിലാണ്. പക്ഷേ നിങ്ങൾക്കാണെങ്കിലോ ഗൗതം പോയതിൻ്റെ വിഷമമല്ല. ഗൗതം പോയ അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം. അതിനുള്ള ടെൻഷനും വെപ്രാളവുമാണ് നിങ്ങൾ കാണിക്കുന്നത്. ആണോ നിങ്ങളുടെ ബുദ്ധി എന്ന് ചോദിക്കുമ്പോൾ, നീ എൻ്റെ ബുദ്ധിയെക്കുറിച്ചൊന്നും നീ പറയേണ്ട. നീ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ നിന്നെ സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് ഗൗതം എവിടെയാണെങ്കിലും നീ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് കൊണ്ടുവാ എന്ന് പറഞ്ഞ് നിധിയുടെ കൈ പിടിച്ച് വസുന്ധര പുറത്താക്കാൻ നോക്കുമ്പോൾ നിർമ്മല അങ്ങ് തടയാൻ കേട്ടോ. എന്തിനാണ് വെറുതെ ഈ അവസരത്തിൽ തന്നെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നത്? എൻ്റെ ഗൗതം ഉറപ്പായും ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. നിന്റെ ഗൗതമോ? ആരാടി നീ എന്ന് പറഞ്ഞ് വസുന്ധര നിർമ്മലയുടെ നേരെ കൈ ഓങ്ങാൻ കേട്ടോ. എന്നിട്ട് പറയണേ, എൻ്റെ മോനെ കുറിച്ച് നീ എന്ത് അധികാരത്തിലാടി നിന്റെ മോനെന്ന് പറഞ്ഞത്? നീ ഇവിടുത്തെ വെറും വേലക്കാരിയാണ്. നീ എന്തിനാ ഞങ്ങളുടെ കുടുംബകാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നീ എന്തിനാണ് ഗൗതമിനെ കാണാത്തതിൻ്റെ പേരിൽ നീ എന്തിനാണ് കരയുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ നിൽക്കാൻ ഒരു അധികാരവുമില്ല. എൻ്റെ ഗൗതമിൻ്റെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ കയറിപ്പറ്റി ഓസിക്ക് ശാപ്പാടടിക്കാനായിരുന്നല്ലോ നിങ്ങളുടെ ഉദ്ദേശം. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോളാം. നിധി പറയണ, ഞാൻ എന്തിന് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണം? നിങ്ങൾ കാരണമാണ് എൻ്റെ ഗൗതം ഈ വീട് വിട്ട് ഇറങ്ങിയത്. എന്നോടുള്ള പക കൊണ്ട് വീട്ടിലേക്ക് ശിവാനിയെ വിളിച്ചു വരുത്തിയതും ഇവിടെ കയറ്റി താമസിപ്പിച്ചതും നിങ്ങൾ തന്നെയല്ലേ? അവൾ കാരണമാണ് എൻ്റെ ഗൗതം ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. പറഞ്ഞാൽ നിങ്ങളാണ് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടത് എന്ന് പറയുമ്പോൾ വസുന്ധര അങ്ങ് ഒച്ചെടുക്കാണ്ട്, നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. എൻ്റെ ഗൗതം എവിടെയുണ്ടെങ്കിലും ഞാൻ തന്നെ എൻ്റെ ഗൗതമിനെ കണ്ടുപിടിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോഴാണ് നിധിയുടെ ഫോണിലേക്ക് നിഖിൽ വിളിക്കുന്നത്. എന്നിട്ട് എന്താ നിഖിൽ എന്ന് ചോദിക്കും. എൻ്റെ കൺമുന്നിൽ തന്നെ ഏട്ടൻ ഇരിപ്പുണ്ട്. എന്താണ് പ്രശ്നം? ഏട്ടൻ തനിച്ചാണ്. ഏട്ടൻ നന്നായിട്ട് കരയുന്നത് പോലെയുണ്ട്. എന്തെങ്കിലും വിഷമമുണ്ടോ? എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എവിടെയാണ്? ഗൗതം ഇപ്പോൾ ഉള്ളത് നീ കണ്ടോ? സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിഖിൽ പറയണേ, എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട്. പക്ഷേ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്നിട്ടില്ല. ഏട്ടന് എന്തോ ഒരു വിഷമത്തിലാണെന്ന് മനസ്സിലായി. ചേച്ചി കൂടെ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേച്ചിക്ക് വിളിച്ചത്. എന്നാൽ നീ അവിടെ നിൽക്ക്. നീ ഏട്ടൻ എവിടേക്കാണ് പോകുന്നത് എന്ന് നീ നോക്കി നിൽക്കണം. ഏട്ടൻ എവിടെ പോയാലും നീയും ഒപ്പം ചെല്ലണം. ഏട്ടൻ്റെ അടുത്തേക്ക് നീ ചെല്ലരുത്. ഏട്ടനോട് നീ സംസാരിക്കുകയും ചെയ്യരുത്. നീ ദൂരെ മാറി നിൽക്കണം. എന്നിട്ട് നീ നിൽക്കുന്ന ലൊക്കേഷൻ എൻ്റെ ഫോണിലേക്ക് അയക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതമിനെ കണ്ടു എന്നുള്ള ആ
ഒരു വാർത്ത കേട്ടതോടുകൂടി പാറു പൂജാമുറിയിൽ നിന്നും ഓടി വരികയാണ്. എന്താണ് നിധി, എൻ്റെ ഗൗതമിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിഖിലാണ് വിളിച്ചത്. നിഖിലിൻ്റെ കൺമുന്നിൽ തന്നെ ഗൗതം ഇരിപ്പുണ്ട്. നമ്മുടെ ഗൗതം നമ്മെ വിട്ട് എവിടേക്കും പോവില്ല, അമ്മ വിഷമിക്കാതിരിക്കെ എന്ന് പറയട്ടോ. അപ്പോൾ പാറു പറയണേ, എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഗൗതമിനെ വിളിക്കാൻ പോവാം എന്ന് പറയുമ്പോൾ വേണ്ട അമ്മേ, ഞാൻ തന്നെ തനിച്ച് പോയിക്കോളാം, അമ്മ ഇവിടെ നിൽക്ക് എന്ന് പറയണം. അപ്പോൾ സുന്ദര പറയണേ, എന്നാൽ നീ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം എന്ന് പറയുമ്പോൾ വേണ്ട, നിങ്ങൾ ആരും വരണ്ട, ഞാൻ തന്നെ തനിച്ച് എൻ്റെ ഗൗതമിനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നിധി ഒരു ഓട്ടോ എടുത്ത് നിഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നിഖിലും നിധിയും കൂടിയിട്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലണ. ഗൗതം അവരെ കണ്ടതോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോവാൻ നിൽക്കുമ്പോൾ എന്താ ഗൗതം, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, ഗൗതം എൻ്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ എവിടേക്കും വരില്ല, എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ഗൗതമിന് ആരുമില്ല എന്ന് പറയരുത്, ഞാനുണ്ട് എൻ്റെ ഗൗതമിനെ എന്ന് പറയുമ്പോൾ നീയാണ് എന്നെ ചതിച്ചത്, നീ എന്തുകൊണ്ട് ഈ രഹസ്യം അറിഞ്ഞിട്ട് എന്നോടൊന്ന് പറയുക പോലും ചെയ്തില്ല, ഞാൻ എങ്ങനെ പറയും ഗൗതം. ഇവാൻ ഈ ഒരു വാർത്ത പറഞ്ഞപ്പോഴേ ഗൗതമിന് താങ്ങാൻ കഴിയാതെ ഗൗതം ബോധം കിട്ട് വീണില്ലേ, അപ്പം പിന്നെ ഞാനും ഇക്കാര്യം പറഞ്ഞാൽ അപ്പോഴും ഗൗതമിന് ഇത് തന്നെയല്ലേ സംഭവിക്കുക, അപ്പോൾ എന്തിനാണ് ഗൗതമിനെ വിഷമിപ്പിക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ രഹസ്യം മറച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ നീ എന്ത് ന്യായം പറഞ്ഞാലും ശരി, ഞാൻ നിന്നിൽ നിന്നും ഒരു കാര്യവും ഇതുവരെയും മറച്ചു വെച്ചിട്ടില്ല, മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല നീ എന്നോട് ഒരു ചതി തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഗൗതം വീണ്ടും അവിടെ നിന്നും പോകുന്ന സമയത്ത് നിഖിലും നിധിയും കൂടി തടയുകയാണ്. അങ്ങനെ പറയരുത് ഗൗതം, എല്ലാവരും ഗൗതമിനെ കാണാത്തത് കൊണ്ട് വിഷമത്തിലാണ്, പാറുവൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, ഒന്ന് വാ ഗൗതം എന്ന് പറയുമ്പോൾ ഇല്ല, നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല, പാറുവിന് എന്നെ കാണാത്തതിനുള്ള വിഷമം 2 ദിവസം കഴിഞ്ഞാൽ അത് പാറുവിന് മാറിക്കോളും, പിന്നെ യാമിനിയെയും പ്രണവിനെയും എൻ്റെ പാറു അങ്ങ് സ്നേഹിച്ചു തുടങ്ങും, അപ്പോൾ പിന്നെ അത് അങ്ങ് പൊരുത്തപ്പെട്ടോളും, അതുകൊണ്ട് ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല, എനിക്കിനി ആ വീട്ടിലേക്ക് വരാൻ ഒരു അർഹതയുമില്ല എന്നും പറഞ്ഞ് ഗൗതം വീണ്ടും നിധിയെയും നിഖിലിനെയും അവഗണിച്ചുകൊണ്ട് ഗൗതം അവിടെ നിന്നും പോവാണ്. അപ്പോൾ നിധി നിഖിലിനോട് പോവാൻ പറയണേ, അമ്മയോട് ഇക്കാര്യമൊന്നും പറയണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഗൗതമിനെ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് നിഖിലിനെ പറഞ്ഞു വിടാൻ കേട്ടോ. എന്നിട്ട് നിധി വീണ്ടും ഗൗതമിൻ്റെ പുറകെ ചെല്ലാണ്. എന്നിട്ട് വാ ഗൗതം, നമുക്ക് പോവാം വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഗൗതം ദേഷ്യത്തിൽ നിധിയോട് പറയണേ, ഞാനിപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ട്, എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ നിധി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അങ്ങനെ നിധി പറയണേ, ഗൗതം ഇല്ലാത്ത ലോകത്ത് എനിക്കും ജീവിക്കണമെന്നില്ല, എൻ്റെ ഗൗതം കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിലുള്ളത്, ഞാനും ഗൗതമും ഇപ്പോഴും ഭാര്യയും ഭർത്താവുമാണ്, എൻ്റെ ഗൗതം എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാനും ഗൗതമിൻ്റെ കൂടെ, ഗൗതം എവിടെയാണെങ്കിലും ഞാനും ഉണ്ടാവും, അതല്ല ഗൗതമില്ലാത്ത ഭൂമിയിൽ ഞാനും ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതം എന്ത് പറഞ്ഞാലും നിധിയുടെ കൂടെ പോവില്ല എന്നുള്ള തീരുമാനം, ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് നിർമ്മലയാണെങ്കിലോ ഗൗതമിനെ ഓർത്ത് വിഷമിച്ച് സങ്കടത്തോടു കൂടി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശിവാനി വരുന്നത്. എന്നിട്ട് ശിവാനി പറയണേ, എനിക്കിപ്പോൾ നല്ലൊരു ജ്യൂസ് കുടിക്കണമെന്നുണ്ട്, എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോയോ എന്ന് പറയുമ്പോൾ എന്താ ശിവാനി നീ പറയുന്നത്, ഇവിടെ എല്ലാവരും ഗൗതമിനെ കാണാത്തത് കൊണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ നിനക്കിപ്പോൾ ജ്യൂസ് വേണമെന്നോ, അതെന്താ എനിക്ക് ജ്യൂസ് കുടിച്ചൂടെ, ഗൗതം ഇവിടെ ഇല്ല എന്ന് കരുതിയിട്ട് എനിക്കെന്താണ് പ്രശ്നം, എനിക്കൊരു പ്രശ്നവുമില്ല, ജ്യൂസ് കുടിക്കൽ കഴിഞ്ഞ് നല്ലൊരു മട്ടൻ ബിരിയാണിയും നീ ഉണ്ടാക്കണം എന്ന് പറയട്ടോ. നിർമ്മല പറയണേ, ഈ വീട്ടിലെ ആരും ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഗൗതമിനെ കാണാത്തത് കൊണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ നിനക്ക് മട്ടൻ ബിരിയാണിയും ജ്യൂസും വേണമെന്നാണോ, നീ എന്താ ശിവാനി കുറ്റബോധവും ഇല്ലാതെ സംസാരിക്കുന്നത്, നീ കാരണമല്ലേ ഗൗതം ഈ വീട് വിട്ട് ഇറങ്ങിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എന്താ എന്നെ ശിവാനി എന്ന് വിളിക്കുന്നത്, എന്നെ നീ മേഡം എന്ന് വിളിക്കാനല്ലേ നിന്നോട് പറഞ്ഞത്, ഇനി എൻ്റെ പേര് വിളിച്ചാൽ നിന്റെ അല്ലടിച്ച് താഴെയിടും, ഇനി എന്നെ ശിവാനി എന്നൊരു പേര് പോലും നീ വിളിക്കരുത്, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി, ഗൗതം ഒരിക്കലും ഇനി ഈ വീട്ടിലേക്ക് വരാനൊന്നും പോകുന്നില്ല എന്നങ്ങ് പറയട്ടോ. അത് കേട്ടപ്പോൾ പാറുവിനങ്ങ് ദേഷ്യം പിടിക്കാട്ടോ. അപ്പോൾ ശിവാനിയും നിർമ്മലയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ പാറു പൂജാമുറിയിൽ നിന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ പാറുവിന് ശിവാനിയുടെ സംസാരം അതിരി കടന്നപ്പോൾ ഗൗതം ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല എന്നുള്ള വാക്ക് കേട്ടതോടുകൂടി പാറുവിനങ്ങ് ദേഷ്യം പിടിക്കാട്ടോ. എന്നിട്ട് ശിവാനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശിവാനിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാണ്. എന്നിട്ട് പറയണേ, ഇനി നീ ഒരക്ഷരം പോലും മിണ്ടി പോവരുത്, ഗൗതമിനെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോൾ നിനക്ക് ജ്യൂസും മട്ടൻ ബിരിയാണിയും വേണോടി എന്നും പറഞ്ഞ് വീണ്ടും ശിവാനിയുടെ കരണം നോക്കി പാറു ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, ഇനി എൻ്റെ ഗൗതം ഈ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ നീ പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല, നിന്നെ ഞാൻ കൊന്നുകളയും, നീ ഇത്രയും ദിവസം എന്നോട് കാണിച്ചതും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതും എല്ലാം ഞാൻ സഹിച്ചത് നിന്നെ പേടിച്ചിട്ടാണെന്നാണോ നീ കരുതിയത്, എൻ്റെ ഗൗതമിനെ ഓർത്തിട്ടാണ്, എൻ്റെ കുഞ്ഞിനോട് നീ രഹസ്യമൊന്നും പറയരുത് എന്ന് കരുതിയിട്ടാണ് നീ പറയുന്നതെല്ലാം തന്നെ ഞാൻ അനുസരിച്ചത്, നീ എൻ്റെ മോനോട് എല്ലാ സത്യവും പറഞ്ഞതോടുകൂടി ഇനി ഈ വീട്ടിൽ പറയുന്നതൊന്നും ആരും അനുസരിക്കില്ല,
സമ്മതിക്കില്ല. ഇനി എൻ്റെ ഗൗതം ഈ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ നീ പിന്നെ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പാറു നന്നായിട്ട് തന്നെ ശിവാനിയെ അടിച്ച ശേഷം പറയാനട്ടോ. അത് കേട്ടതോടുകൂടി ശിവാനി അങ്ങ് പേടിച്ചു പോവാണ്. പാറുവിന്റെ ഇതുവരെ കാണാത്ത ഭാവവ്യത്യാസം കാണുമ്പോൾ ശിവാനി പേടിച്ച് വെറുങ്ങളിച്ച് നിൽക്കണം. എന്നിട്ട് പറയണേ, നീ ഇനി എന്തെങ്കിലും ഓവറായി ഇവിടെ കാണിച്ചു കൂട്ടിയാൽ നിനക്ക് ഞാൻ തന്നെ ജ്യൂസിൽ വിഷം കലർത്തി നിനക്ക് ഞാൻ തന്നിരിക്കും. എന്നിട്ട് നിന്നെ അങ്ങ് കൊന്നു കളയും. എൻ്റെ മോൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു ഓവർ കാട്ടിക്കൂട്ടല് എന്ന് പറഞ്ഞ് പാറു ശിവാനിയെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങാനിട്ട്. അപ്പോഴത്തേക്കും പാറു തല ചുറ്റി നിലത്തേക്ക് ബോധം കിട്ടങ്ങ് വീഴാണ്. അപ്പോഴത്തേക്കും നിർമ്മല വന്ന് പാർവതി അങ്ങ് പിടിക്കാട്ടോ. എന്താണ് പറ്റിയത്? കണ്ണു തുറക്ക് പാർവതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കാട്ടോ. അപ്പോഴത്തേക്കും ഗോപിനാഥ് അകത്ത് നിന്ന് വരികയാണ്. എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീണു എന്ന് പറയാണ്. അങ്ങനെ ഗോപിനാഥ് പെട്ടെന്ന് തന്നെ പാറുവുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്.